നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സെൻട്രൽ മാഗസിനിൽ നിന്ന് ആദ്യം പോകുന്നത് ഒരു ഉദ്യാന വിശേഷത്തിലേക്കാണ്. കേരളത്തിലൊരു വളരെ ചെറിയ ദേശീയ ഉദ്യാനമുണ്ട്, പാമ്പാടുംചോല. ഇപ്പോൾ മകരക്കുടിലിൽ മയങ്ങിക്കിടക്കുകയാണ് പാമ്പാടുംചോല. ഇവിടുത്തെ വനത്തിൽ -2 ഡിഗ്രി വരെ താപനില താഴാറുണ്ട്. ഈ പശ്ചിമഘട്ടത്തിലെ നിരവധി അപൂർവ ജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് പാമ്പാടുംചോല. പാമ്പാടുംചോലയിലെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് വേഗം പോയി വരാം. ഇടുക്കി ജില്ലയിലെ മൂന്നാറിലാണ് പാമ്പാടുംചോല. സമുദ്രനിരപ്പിൽ നിന്ന് 1600 മുതൽ 2400 അടി വരെ ഉയരമുള്ള ഈ പ്രദേശം അത്യപൂർവ ഇനങ്ങളിലെ വിവിധ സസ്യജാലങ്ങളാലും ജീവജാലങ്ങളാലും സമ്പന്നമാണ്. കാടിൻ്റെ വിളി കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സ് കീഴടക്കാൻ ഉള്ളതെല്ലാം പാമ്പാടുംചോലയിലുണ്ട്. വനം എന്ന് വെച്ചാൽ വൻവൃക്ഷങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലമാണ് എന്നുള്ള സങ്കല്പത്തിന് വളരെ വിപരീതമായ ഒരു ലൊക്കേഷനാണ് പാമ്പാടുംചോല. വൻവൃക്ഷങ്ങളുള്ള ഒരു മേഖല ഈ പാർക്കിനുള്ളിലുണ്ട്. അതുപോലെ തന്നെ പലരും കേരളത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ശോലവനങ്ങളുള്ള ഒരു മേഖലയാണ്. അതിമനോഹരമായ ഒരു മേഖലയാണ്. പുൽമേടുകളും ശോലവനങ്ങളും ഉള്ള ഒരു മേഖല. ഈ പാർക്കിൻ്റെ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് എന്ന് പറയുന്നത് മാർട്ടനാണ്, നീൽഗിരി മാർട്ടൻ. മരപ്പട്ടിയുടെ കൂട്ടിരിക്കുന്ന ഒരു ജീവിയാണ്. അതിന് എനിക്ക് തോന്നുന്നില്ല മലയാളികൾ അധികം പേര് കണ്ടിട്ടുണ്ടാകുമെന്ന്. അതും ഈ പാർക്കിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. മൂന്നാർ ടൗണിൽ നിന്ന് 35 കിലോമീറ്റർ അകലെയാണ് പാമ്പാടുംചോല. എറണാകുളത്ത് നിന്ന് 135 കിലോമീറ്ററും കോട്ടയത്ത് നിന്ന് 148 കിലോമീറ്ററും ഇവിടേക്ക് ദൂരമുണ്ട്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച സൗന്ദര്യത്തിനൊപ്പം സവിശേഷമായ മാലിന്യമില്ലാത്ത മേൽമണ്ണും ഇവിടുത്തെ പ്രത്യേകതയാണ്. 11.75 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ. ഇതിൽ നമുക്കൊരു പ്രത്യേകതയാണ്. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഈ എസ്കേപ്പ് റോഡ് നമ്മുടെ ഈ ശംഖിനി കൂടിയാണ് പോകുന്നത്. പിന്നെ അതുപോലെ മൂന്നാർ ടു കോവിലൂർ റോഡും ഈ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക്. പിന്നെ അത് നമ്മൾ കുറച്ച് റെസ്ട്രിക്ഷനൊക്കെ ചെയ്തിട്ട് മറ്റേ റോഡ് പൂർണ്ണമായിട്ട് നമ്മൾ അടച്ചിരിക്കുന്നു. നമ്മളും തമിഴ്നാട് ഗവൺമെൻറ്റും ഈ എസ്കേപ്പ് റോഡ് അടച്ചിരിക്കുന്നു. ഇതിൽ വട്ടവടയ്ക്ക് പാർന്ന് പോകുന്നു. എന്നാലും ഈ വന്യമൃഗം കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ കൺട്രോൾഡ് മാനറിലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഔഷധ സസ്യങ്ങൾക്ക് പ്രശസ്തമായ പാമ്പാടുംചോലയിൽ 22 ഇനം വൃക്ഷങ്ങളും 74 ഇനം ചെറിയടികളും 14 ഇനം വള്ളിച്ചെടികളും കാണപ്പെടുന്നു. സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട സ്ഥലമായ ഇവിടെ വംശനാശ ഭീഷണി നേരിടുന്ന ബ്രൗൺ പാം സിവറ്റ്, നീലഗിരി മാർട്ടൻ, കരിങ്കുരങ്ങ തുടങ്ങി ഒട്ടേറെ അപൂർവ ഇനം മൃഗങ്ങളുണ്ട്. പാമ്പാടുംചോല എന്ന് വെച്ചാൽ ഇവിടെ മെയിനായിട്ട് ഇവിടുത്തെ സ്പീസീസ് ഫ്ലാഗ്ഷിപ്പ് സ്പീസീസ് എന്ന് പറയുന്നത് നമ്മുടെ നീലഗിരി മാർട്ടൻ എന്നാണ്. അത് നമുക്ക് അപൂർവമായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രകൃതി എന്ന് വെച്ചാൽ ഈ ചുറ്റും മലയായിട്ടും ഈ പുൽമേടുകളുള്ളത് കൊണ്ട് ഈ കഴിഞ്ഞ 24-ാം തീയതി ഇവിടെ നമുക്ക് ഐസൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരു വർഷത്തിൽ 1-2 പ്രാവശ്യം ഈ ഐസൊക്കെ ഉണ്ടാകാറുണ്ട്. എന്ന് വെച്ചാൽ അത്രയും തണുപ്പ് മൈനസിലൊക്കെ എത്താറുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഈ എക്കോ റെസ്ട്രിക്ഷൻ രീതിയിൽ ഈ പുൽമേടുകളൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് ഇവിടെ വന്യജീവി ആക്രമണവും പിന്നെ അതുപോലത്തുള്ള ഇതൊക്കെ കുറവാണ്. കുടുംബമായെത്തുന്ന കാട്ടിൻപോത്തിൻ കൂട്ടങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. അപകടകരമല്ലാത്ത രീതിയിൽ വളരെ അടുത്തു നിന്ന് ഇവയെ കാണാനുള്ള അവസരം ഇവിടെ ലഭിക്കുന്നു. അതീവ പരിസ്ഥിതി പ്രാധാന്യ പ്രദേശമായതിനാൽ ശ്രദ്ധാപൂർവമാണ് വനം വകുപ്പ് ഇവിടെ വിനോദസഞ്ചാര ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. വനം വകുപ്പ് ഇക്കോ ഡെവലപ്മെൻറ്റ് സമിതിയും സംയുക്തമായി ഇക്കോ ടൂറിസം പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഷോലവനത്തിലേക്ക് ട്രക്കിങ്ങും തടിയിൽ നിർമ്മിച്ച വീടുകളിൽ രാത്രിതാമസവുമാണ് പ്രധാന ആകർഷണം. ട്രക്കിങ്ങിന് വഴികാട്ടിയായി വനം വകുപ്പ് ജീവനക്കാർ എത്തും. കൂടാതെ പക്ഷി നിരീക്ഷണത്തിനും സൗകര്യമുണ്ട്.
ഫീഡ്ബാക്ക് നല്ലതാണ്. അതായത് ഇവിടെ വരുന്ന ഈ പിള്ളേരെല്ലാം കൂടി ഈ നേച്ചറായിട്ട് കാണുമ്പോൾ അത് മാക്സിമം ഇവർ വരുന്നതെല്ലാം ടൗൺ ഏരിയ എന്നാണ് വരുന്നത്. ഇപ്പോൾ വരുമ്പോൾ ഇവിടെ ഈ അറ്റ്മോസ്ഫിയർ കാണുന്നു, ഇവിടുത്തെ നമ്മുടെ കാട്ടുപോത്തുകൾ വരുന്നു. അപ്പോൾ ഇവിടെ ഇത്രയും ഒരു സൗഹൃദമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് പുറത്ത് പോകുമ്പോൾ അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കിത് അങ്ങനെ ഒരു നേച്ചറായിട്ട്. പിന്നെ ഈ ഷോലോ ഫസ്റ്റ് ഉള്ളതുകൊണ്ട് ഈ വെള്ളം എത്ര വെള്ളം വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഫാൾസിന് വെച്ചിട്ടാണ് ഈ ഏരിയയിലെ മൊത്തത്തിൽ നമുക്ക് ഈ കുടിവെള്ളമൊക്കെ ഈ ഭാഗത്തും അങ്ങക്കും അപ്പുറത്തെ എസ്റ്റേറ്റും മേലേക്കും കുടിവെള്ളം പോകുന്നത് ഒറ്റ ഷോലയുടെ ഒറ്റ ഇതിലാണ്. അപ്പോൾ അതൊക്കെ അവർക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ അവർ അബ്സോർബ് ചെയ്യുന്നുണ്ട്. നീലഗിരി താർ, നീലഗിരി വുഡ്പക്കർ, അപൂർവമായ ശലഭങ്ങൾ, സാമ്പർ മാനുകൾ, ബാർക്കിംഗ് ഡിയർ എന്നിവയും ഇവിടുത്തെ ആകർഷണങ്ങളാണ്. ആനയും കടുവയും ഉണ്ടെങ്കിലും വഴിയിൽ അധികം ഇറങ്ങാറില്ല. ആളുകൾ കാട്ടിൽ ട്രക്കിങ്ങിന് പോകുമ്പം മൃഗങ്ങളെ ആക്രമിക്കും, ആനയെ ആക്രമിക്കും, അല്ലെ പുലി പതിയിരുന്ന് ആക്രമിക്കും, അല്ലെ പോത്ത് പെട്ടെന്ന് നമുക്കെതിരെ വരും എന്നുള്ളത് നമ്മുടെ വെറും ധാരണയാണ്. അങ്ങനെയൊന്നുമില്ല. മൃഗങ്ങളൊക്കെ പൊതുവേ നമ്മൾ വലിയ ഇത് കാണുമ്പോൾ പെട്ടെന്ന് ഭയപ്പെട്ട് ശബ്ദം ഉണ്ടാക്കുമ്പോൾ അതുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പം അത് സ്വയരക്ഷയ്ക്ക് വേണ്ടി ചിലപ്പോൾ പാഞ്ഞെടുക്കും, ചിലപ്പോൾ നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കും. അതല്ലാതെ ഒരു കാട്ടുമൃഗവും നമുക്കെതിരെ പതിയിരുന്ന് ആക്രമിക്കുകയോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് നമ്മളെ ഉപദ്രവിക്കുകയോ അങ്ങനെ ഒന്നുമില്ല. അതൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളുടെ ഒരു മിഥ്യാധാരണ മാത്രമാണ്. ഇവിടെ വന്യമൃഗങ്ങളെ അടുത്ത് കാണാനും പ്രത്യേകിച്ച് കാട്ടുപോത്ത് ഇത്തരം വന്യമൃഗങ്ങളെ അടുത്ത് കാണാനും അവയെക്കുറിച്ച് അവരും മനുഷ്യരായിട്ടുള്ള ഇൻറ്ററാക്ഷനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരും മനുഷ്യരുടെ ഇടപെടലിനെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും പഠിക്കാനും ഈ യാത്ര കൊണ്ട് സാധിച്ചു. പ്രകൃതിയെ അറിയുക, കാടിനെ അറിയുക എന്നുള്ളത് തികച്ചും നമ്മൾ മനുഷ്യനെ അറിയുക എന്നുള്ളതിന് തുല്യമാണ്. എട്ട് കിലോമീറ്റർ യാത്രയിൽ വനത്തിൽ എവിടെയും വാഹനം നിർത്താൻ പാടില്ല എന്ന നിബന്ധനയുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ കർശനമായി നിരോധിച്ചിരിക്കുന്നു. വന്യജീവികളെ ശല്യപ്പെടുത്തുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കും. വാച്ച് ടവറിലേക്കുള്ള നടത്തമാണ് മറ്റൊരാകർഷണം. പഴയ മൂന്നാർ കൊടൈക്കനാൽ വനപാതയിലൂടെ നടന്ന് കാടിനുള്ളിലെ വാച്ച് ടവറിൽ അവസാനിക്കുന്ന യാത്രയ്ക്ക് നേച്ചർ ട്രെയിൽ എന്നാണ് പറയുന്നത്. ഇരുവശങ്ങളിലും യൂക്കാലിപ്റ്റസ് മരങ്ങൾ നിറഞ്ഞ വനപാതയിലൂടെയുള്ള യാത്ര മനോഹരമായ അനുഭവമാണ്. വളരെ വല്ലാത്തൊരു അനുഭവമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളിതുവരെ കാണാത്ത കാടുകൾ, പിന്നെ കാട്ടിലെ മൃഗങ്ങൾ, പിന്നെ കാട്ടുപോത്ത്, കരിങ്കുരങ്ങ് അങ്ങനത്തെ പോലത്തെ ഒരുപാട് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റി. പിന്നെ പ്രധാനമായിട്ടും നമുക്ക് ഇവിടുന്ന് ഒരു ക്യാമ്പിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല പൊതുസമൂഹത്തിന് വനം വകുപ്പിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കോടമഞ്ഞ്, പിന്നെ തണുപ്പ്, പിന്നെ അതുപോലെ ദുർഘടം പിടിച്ച പാതകൾ, ശരിക്കും കല്ലും മുള്ളും നിറഞ്ഞ കുറേ പാതകളിൽ കൂടെയായിരുന്നു നമ്മൾ ട്രക്ക് ചെയ്തത്. എസ്കേപ്പ് റോഡ് എന്ന് പറയുന്ന പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു പതിറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു റോഡിൽ കൂടെ, എസ്കേപ്പ് റോഡ് എന്ന് പറയുന്ന ആ റോഡിൽ കൂടെ നമ്മൾ കുറേ കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ശരിക്കും ഒരു ട്രെക്കിംഗ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ അവസാനം കോവിലൂർ വട്ടവട റോഡിലേക്ക് പ്രവേശിക്കുന്ന ചെക്ക് പോസ്റ്റ് കാണാം. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ശീതകാല പച്ചക്കറികളുടെ ലോകമായ വട്ടവടയായി. ക്യാബേജും കോളിഫ്ലവറും സ്ട്രോബെറിയും ക്യാരറ്റും ഗ്രീൻ പീസും ബീട്രൂട്ടും ഒക്കെ വിളയുന്ന മലനിരകൾ. ചിലന്തിയാറും പാമ്പാടുംചോലയുടെ സമീപത്തുള്ള കൃഷിപ്രദേശങ്ങളാണ്. പാമ്പാടുംചോല നാഷണൽ പാർക്കിൽ ഡോർമെട്രിയുണ്ട്. പ്രകൃതി പഠന ക്യാമ്പുകൾ നടത്താനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2 കുടുംബങ്ങൾക്ക് പാമ്പാടുംചോലയിൽ താമസിക്കാം. ഇവിടെ ഓരോ വർഷവും ഒരു ക്യാമ്പിൽ 40 സ്കൂൾ പിള്ളേർ, കോളേജ് പിള്ളേർക്ക് വേണ്ടി നമ്മൾ നേച്ചുറൽ ക്യാമ്പ് നടത്തുന്നു. അവർക്ക് ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ നേച്ചറെ കുറിച്ചുള്ള ഒരു ക്ലാസ് വന്നന്ന് നമ്മൾ ഇവിടുത്തെ വെച്ചിട്ട് ഈ നേച്ചർ എഡ്യൂക്കേഷൻ സെൻറ്ററിൽ നമ്മൾ കൊടുക്കും. പിന്നെ ഇവിടുത്തെ ഫീൽഡ് ട്രക്കിങ് നടത്തുന്നുണ്ട്. അതുപോലെ നമ്മുടെ എക്കോ രജിസ്ട്രേഷൻ നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് എക്കോ രജിസ്ട്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ ഇതെന്താണ്, ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് പറഞ്ഞ് ഈ പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ഈ പല NGOകൾക്കും നമുക്ക് ഇതുപോലെ നാച്ചുറൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. പ്രകൃതിയോട് സല്ലപിച്ച് പരിസ്ഥിതിയെ ചേർത്ത് നിർത്തി കാടിനെ അടുത്തറിയാൻ ആർക്കും പാമ്പാടുംചോലയിലേക്ക് വരാം.